1847 ഫെബ്രുവരി 11 തോമസ് ആൽവ എഡിസൺ ജനിച്ചത്. അമേരിക്കയിലെ ഒഹായോ സംസ്ഥാനത്തെ മിലാനിലുള്ള ചെറിയ വീട്ടിൽ. അച്ഛൻ സാമുവൽ എഡിസൺ മരവ്യാപാരിയും അമ്മ നാൻസി എലിയറ്റ് അധ്യാപികയും ആയിരുന്നു. കനേഡിയൻ വംശജരായ ഇവരുടെ 7ാമത്തെ കുട്ടിയായിരുന്നു എഡിസൺ. ജനിച്ചപ്പോൾ എഡിസന് വലിയ തലയായിരുന്നു. ശരീരമാകട്ടെ ശക്തി കുറഞ്ഞ് സൂക്ഷിച്ചതും. എഡിസന് മുമ്പേ നാൻസിക്ക് ജനിച്ച 3 കുട്ടികൾ ശൈശവത്തിൽ തന്നെ മരിച്ചുപോയി. ആരോഗ്യം തീരെ ഇല്ലാത്തതിനാൽ എഡിസനും അവരെപ്പോലെ അധികകാലം ജീവിച്ചിരിക്കില്ലെന്ന് നാൻസി ഭയപ്പെട്ടു. ആൽ എന്നായിരുന്നു എഡിസൻ്റെ വിളിപ്പേര്. ഒരു സഹോദരൻ 2 സഹോദരിമാരും ഉണ്ടായിരുന്നുവെങ്കിലും അവർ വളരെ മുതിർന്നവരായിരുന്നു. അതിനാൽ ആലിന് വീട്ടിൽ കളിക്കൂട്ടുകാരില്ലായിരുന്നു. മിലാൻ എന്ന ചെറുപട്ടണം നിറയെ ആലിന് അത്ഭുതങ്ങളായിരുന്നു. അവയായിരുന്നു അവൻ്റെ കളിക്കോപ്പുകൾ. അച്ഛൻ്റെ മരവ്യാപാരശാലയായിരുന്നു അതിലൊന്ന്. ആലിൻ്റെ ആദ്യത്തെ കളിസ്ഥലം ആ വ്യാപാരശാലയായിരുന്നു. മരവ്യാപാരശാലയ്ക്കടുത്ത് ഒരു കനാലുണ്ടായിരുന്നു. ഈ കനാലും അവൻ്റെ കളിസ്ഥലമായിരുന്നു. അവിടെ ഒരു ദിവസം കളിക്കിടെ അവൻ മുങ്ങിപ്പോയി. എന്തോ അത്ഭുതം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. വലിയൊരു ധാന്യമില്ല മിലാനിൽ ഉണ്ടായിരുന്നു. ഇവിടവും ആലിൻ്റെ കളിസ്ഥലമായിരുന്നു. ആവശ്യക്തി കൊണ്ട് മില്ല് പ്രവർത്തിപ്പിച്ചത്. മില്ലിനേക്കാൾ ആലിനെ ആകർഷിച്ചത് മില്ലുടമസ്ഥനാണ്. ശാസ്ത്രവിഷയങ്ങളിൽ അതീവ തൽപരനായിരുന്നു ഈ മില്ലുടമ. അക്കാലത്ത് അദ്ദേഹം മനുഷ്യനെ പറക്കാൻ സഹായിക്കുന്ന ഒരു ബലൂൺ നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നു. എഡിസനെ കണ്ടുപിടുത്തക്കാരനാക്കിയതിൽ ഈ മില്ലുടമയുടെ സ്വാധീനവും ഉണ്ടാകും. കുട്ടിക്കാലം മുതൽക്ക് തനിക്ക് ചുറ്റുമുള്ളവ അന്വേഷിച്ചറിയുന്നതിന് ആലിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. സംശയങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് വ്യക്തത വരുത്തി അവർ പറയുന്നത് സ്വയം പരീക്ഷിച്ച് മനസ്സിലാക്കുന്നതിൽ ആൽ ശ്രദ്ധിച്ചിരുന്നു. ഇന്നത്തെ ഫാക്സ് യന്ത്രത്തിൻ്റെ മുൻഗാമിയായ ഇലക്ട്രിക് പെൻസിൽ കണ്ടെത്തിയത് എഡിസനാണ്. 6-8 മണിക്കൂർ നീളുന്ന ഉറക്കം എഡിസൻ്റെ ജീവിതത്തിൽ നന്നേ കുറവായിരുന്നു. പകൽ സമയങ്ങളിൽ ചെറിയ പൂച്ച ഉറക്കം. ഉറങ്ങി രാത്രി കഴിയുന്നത്ര നേരം പരീക്ഷണം നടത്തുകയായിരുന്നു പതിവ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യുമല്ലോ.